ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ടൗണിലേക്ക് പോയിട്ടോ. ടൗണിൽ പോയിട്ടാകുമ്പം ഇപ്പം കണ്ട് ചങ്ങാതി ഇല്ലേ, ചങ്ങാതി എന്നോട് പറഞ്ഞു നീ വന്ന് വണ്ടി കയറിയിട്ട് നമുക്ക് സ്ഥലം വരെ പോകാണ്ടെന്ന്. അങ്ങനെ എവിടേക്കാണ് എത്തിയെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ബന്തെടുക്കയില്ലേ, ബന്തെടുക്കയിലേക്കാണ് വന്നത്. അപ്പോൾ എന്തിനാ വന്നത് എന്ന് പറഞ്ഞെങ്കിൽ ചങ്ങാതിക്ക് നമ്മുടെ സുള്ളിയത്തുനിന്ന്, നമ്മുടെ കർണാടകയിലെ സുള്ളിയത്തുനിന്ന് കുറച്ച് സാധനം പാഴ്സൽ വരുന്നുണ്ട്. ഇതാ ഈ വരുന്ന ബസ്സില്ലേ, ഇതിലാണ് കേട്ടോ സാധനം വരുന്നത്. നമ്മുടെ സുള്ളിയത്തുനിന്ന് ബന്തെടുക്കയിലേക്ക് വരുന്ന കർണാടക ബസ്സാട്ടോ അത്. ഇതിലാണ് സാധനം കൊടുത്തു വിട്ടെ. ഇത് എടുക്കാൻ വേണ്ടിയാട്ടോ ഇവിടേക്ക് വന്നത്. അപ്പം സാധനമൊക്കെ എടുക്കാണ്ട് വന്ന സമയത്ത് ഞാനൊരു വേറെ വണ്ടി കണ്ടു. വേറെ ഏതുമല്ല, നമ്മുടെ അക്ഷയ ബസ്സാട്ടോ. അക്ഷയ ബസ്സിൻ്റെ പുതിയ വണ്ടി ഇവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. കാണാൻ വണ്ടിയൊക്കെ നല്ല അടിപൊളി ലുക്കാണ്. ചെങ്ങാതി സാധനമൊക്കെ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ നമ്മുടെ ഈ ബസ്സിൻ്റെ ലുക്കെല്ലാം ഒന്ന് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അങ്ങനെ ബസ്സിൻ്റെ സൗന്ദര്യമെല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പം ഇതാ വരുന്നു, കുറച്ച് സാധനമൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. സത്യം പറഞ്ഞെങ്കിൽ എന്നെ കൊണ്ടുവന്ന് ഈ സാധനം പിടിക്കാൻ വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ പിടിക്കാനും കൂടിയിട്ടില്ല. നല്ല വെയിറ്റ് ഉണ്ടോ? ഒട്ടുമില്ല അല്ലേ? 20 കിലോയാ? അപ്പോഴേ ഞാനിപ്പോൾ നമ്മുടെ ബന്തെടുക്ക ബസ് സ്റ്റാൻഡ് മാത്രമല്ലേ കാണിച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബന്തെടുക്ക ടൗണ്. ടൗണിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് വീഡിയോയിലൊന്നും എടുക്കാൻ കിട്ടിയിട്ടില്ല, കാരണം വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതല്ലേ. അപ്പം മെയിൻ റോഡിൽ നിന്ന് കാണുന്ന അത്യാവശ്യം എല്ലാ ഭാഗവും ഇന്നത്തുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ കർണാടക ബോർഡർ എത്താനായിട്ട്. ഇവിടുന്ന് കുറച്ച് പോയെങ്കിൽ നമ്മുടെ മാണിമൂല എത്തും. മാണിമൂലയിൽ നിന്ന് ലേശം കൂടെ പോയെങ്കിൽ പിന്നെ നമ്മുടെ കർണാടകയുടെ ഫോറസ്റ്റ് തുടങ്ങും. ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫോറസ്റ്റിനെ കുറിച്ചെല്ലാം. അപ്പം നല്ല വ്യൂ ഒക്കെ ആയിട്ട് ഇതിൽ പോകാനായിട്ടുള്ള ഈ കാണുന്ന റോഡില്ലേ, ഇത് നമ്മുടെ ബന്തെടുക്ക വളാന്തോട്, അതേപോലെ തന്നെ ബന്തെടുക്ക കോളിച്ചാൽ, ഇവിടേക്കെല്ലാം പോകുന്ന വഴിയാട്ടോ. ഈ വഴിയുടെ സൈഡിലായിട്ട് നമുക്ക് ബന്തെടുക്ക സ്കൂളും കാണാൻ പറ്റും കേട്ടോ. വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് ചെറിയ ഡൗട്ടാണ്. എന്തായാലും ഈ വഴിയുടെ സൈഡിലാണ് നമ്മുടെ ബന്തെടുക്ക സ്കൂളും ഉള്ളത്. നമ്മുടെ സ്കൂളെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുമ്പിലേക്ക് പോകുമ്പം നമുക്ക് ഈ ഹെൽമെറ്റ് വെക്കാണ്ട് പോകുമ്പോഴും വണ്ടിയിൽ സീറ്റ് ബെൽറ്റ് ഇടാണ്ട് പോകുമ്പോഴൊക്കെ ഫൈൻ അടിക്കാനായിട്ട് നമ്മുടെ AI ക്യാമറയും ഇവിടെ തന്നെ ആയിട്ടുള്ളത്. കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ വീഡിയോയിൽ അങ്ങനത്തെ പച്ച ബോർഡ് കണ്ടോ, അതിന് ഓപ്പോസിറ്റ് കാണുന്ന ക്യാമറ കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് കാണാം.